ശരിക്കും പറഞ്ഞാൽ എനിക്ക് സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് വിക്കലുണ്ടായിരുന്നു. പേഴ്സണൽ ഫേവറേറ്റ് ഗോൾ അതെനിക്ക് നേടിയേ പറ്റൂ എന്നുള്ള ഒരു ഗോൾ അതെന്തായിരുന്നു? അത് ദൈവം തന്നൊരു കഴിവാണ് കേട്ടോ, അതും വളർത്തിക്കൊണ്ടിരുന്നു കേട്ടോ. ചക്രവർത്തി നിനക്കു ഞാൻ എൻ്റെ എക്കോ ഉണ്ടോ? ഇല്ല, ഇതിനകത്ത് എക്കോ ഇടുമ്പോൾ ചക്രവർത്തി നിനക്കു ഞാൻ എൻ്റെ. ഏറ്റവും കൂടുതൽ ഹാർഡായിട്ട് ഇത്രയും കുറേ നേരം എടുത്തു പഠിക്കാൻ എന്ന് തോന്നിയ ഒരു പെർട്ടിക്കുലർ വോയിസ് ഏതാണ്? ഒരു വാക്കുമിണ്ടാതെ ഒരു നോക്കു കാണാതെ കാട്ടു ചെമ്പകച്ചോട്ടിൽ നിന്ന് കാറ്റിതെങ്ങു പോയി പൂങ്കാറ്റിതെങ്ങു പോയി. തെറ്റായോ എന്ന് തോന്നിയിട്ടുള്ള ഒരു ഡിസിഷൻ ഏതാണ്? ഒരു ദിവസം ചുമ്മായിരിക്കില്ല, ഓരോ സമയം ചുമ്മായിരിക്കില്ല, എപ്പോഴും ഓരോന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. നമസ്കാരം, ഫെയിം സ്റ്റെപ്സിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആദ്ര. ഇന്ന് നമ്മോടൊപ്പമുള്ളത് മിമിക്രി കലയിലെ അതുല്യ കലാകാരനായ അരുൺ ഗിന്നസ്. തൻ്റെ ശബ്ദം കൊണ്ട് ഏവരിനെയും അമ്പരിപ്പിച്ച അരുൺ ഗിന്നസ്. വെൽക്കം ടു ദി ഷോ ചേട്ടാ. താങ്ക് യു ആർദ്രക്കുട്ടി, താങ്ക് യു. ഞാൻ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ധൈര്യമായിട്ട് അറിയാമെങ്കിൽ പറയാട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചേട്ടാ, കുറേ കരിയേഴ്സ് ഉണ്ടല്ലോ, ഡാൻസ്, പാട്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഇതിൽ ഈ മിമിക്രി തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? അത് സ്വന്തമായിട്ട് തോന്നിയതാണോ, ആരെങ്കിലും പറഞ്ഞു തന്നതാണോ, അല്ല എവിടുന്നാണ് ആ ഒരു സ്പാർക്ക് കിട്ടിയത്? ചെറുപ്പം തൊട്ട് നമുക്ക് ഫേമസ് ആവണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ ആ ആഗ്രഹത്തിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് വിക്കലുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് സംസാരിക്കുമ്പോൾ വിക്കലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം പോലും നടക്കില്ല. അപ്പോൾ എനിക്ക് പാട്ട് പാടുമ്പോൾ വിക്കലില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു എങ്ങനെ നമുക്ക് ഈ മേഖലയിലേക്ക് വരാം. സംസാരിക്കുമ്പോൾ വിക്കലാണല്ലോ. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് പാട്ട് പാടുമ്പോൾ വിക്കലില്ല. അപ്പോൾ മിമിക്രി എന്ന കല, അപ്പോൾ ഓരോ ഗായകരുടെയൊക്കെ ശബ്ദം അങ്ങനെ അനുകരിച്ച്, ജാനകിയമ്മയുടെയും ജാസി ഗിഫ്റ്റിൻ്റെയും, അപ്പോൾ ഓരോ ശബ്ദം അനുകരിക്കുമ്പോഴും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വന്നത്, മിമിക്രി എന്ന കലയിലേക്ക് വന്നത്. ഓക്കെ. അപ്പോൾ ഈ ചേട്ടൻ ഇപ്പോൾ 10 വർഷത്തിനേക്കാട്ടൊക്കെ മേലെ ആയില്ലേ ഇത് കഴിഞ്ഞ്? 17 വർഷമാണോ? അപ്പോൾ കുറേ ആയില്ലേ ഇപ്പോൾ മിമിക്രി ചെയ്യാൻ തുടങ്ങിയിട്ട്? അപ്പോൾ കുറേ പെർഫോമൻസ് ചെയ്താണോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പെർഫോമൻസ് ചെയ്ത്, അതായത് ഇന്ന ഇൻസിഡന്റ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഈ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു പെർഫോമൻസ്? അതായത് എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം വൈറലായത് വിനീത് ശ്രീനിവാസൻ്റെ ശബ്ദം അദ്ദേഹത്തോടൊപ്പം എടുത്തൊരു പ്രോഗ്രാമായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും എനിക്കിഷ്ടമായിട്ടുള്ളൊരു പ്രോഗ്രാം. അത് യാദൃശ്ചികമായിട്ട്, അത് എൻ്റെ ഒരു ഞാൻ ചെയ്യേണ്ട സമയത്തല്ലായിരുന്നു ആ പ്രോഗ്രാം. കാരണം കുറച്ചുകൂടെ ടൈം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ പ്രോഗ്രാം വെച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഷോ തീർക്കേണ്ടതായതുകൊണ്ട് എൻ്റെ ഒരു പ്രോഗ്രാം നേരത്തെ കയറ്റിയിട്ടു. അപ്പോൾ അന്നേരം ആ വേദിയിൽ വിനീത് ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. അപ്പോൾ നാദർഷകയുടെ പ്രോഗ്രാമായിരുന്നു. അദ്ദേഹം വേദിയിലേക്ക് വിളിച്ചു. അപ്പോൾ ഞാനും പാടി, അദ്ദേഹവും പാടി. അപ്പോൾ ഒന്നിച്ച സിമിലാരിറ്റി ആയപ്പോൾ ആൾക്കാർ കൈയടിച്ചു. അപ്പോൾ ആ ഒരു പ്രോഗ്രാമാണ് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയൊരു പ്രോഗ്രാം. പിന്നെ ചേട്ടൻ്റെ ഈ ഒരു ജേണി വളരെ വലിയൊരു ജേണി ആയിരിക്കും അല്ലേ? ഭയങ്കര ഹാർഡ് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു സക്സസ്ഫുൾ മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് വന്നത്. അപ്പോൾ ചേട്ടൻ എന്ന വ്യക്തിക്കും ചേട്ടൻ്റെ മിമിക്രിയിലെ ജേണിയിലും വന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ചേഞ്ചസ്? അതോ ഇപ്പോൾ നോർമൽ തന്നെയാണോ ലൈഫ് റുട്ടീനൊക്കെ? അതായത് ഞാൻ ഒരു സൗണ്ട് എഞ്ചിനീയർ കൂടിയായിരുന്നു. എനിക്ക് ഇലക്ട്രോണിക്സ് ആയിരുന്നു കൂടുതൽ ഇഷ്ടം. പഠിക്കുമ്പോഴും ഇഷ്ടം ഇലക്ട്രോണിക്സ് ആയിരുന്നു. അതിനുശേഷം ഈ സൗണ്ടിനെ പറ്റിയൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ, എന്തായാലും പാട്ടാണല്ലോ നമ്മുടെ ഫീൽഡ്. അപ്പോൾ സൗണ്ട് എഞ്ചിനീയറിങ് പഠിച്ചപ്പോൾ ഒരുപാട് ഗുണങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് ഞാൻ റെക്കോർഡ് എടുത്ത് കേട്ട് നോക്കും. അപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്ന ശബ്ദം ഓക്കെ ആണോ എന്നൊക്കെ അങ്ങനെ ചെക്ക് ചെയ്ത് അപ്പോൾ എന്തും തന്നെ റിഹേഴ്സലുണ്ട്. അപ്പോൾ ഒരു ദിവസം ചുമ്മായിരിക്കില്ല, ഓരോ സമയം ചുമ്മായിരിക്കില്ല, എപ്പോഴും ഓരോന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ന്യൂ തിങ്സ്. യെസ്. ഇപ്പൊ കുറേ ആൾക്കാരുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ അറിയാല്ലേ? കൗണ്ട്ലെസ് ആയിരിക്കും അത്. അതിൽ ഏറ്റവും കൂടുതൽ ഹാർഡായിട്ട് ഇത്രയും കുറേ നേരം എടുത്തു പഠിക്കാൻ എന്ന് തോന്നിയ ഒരു പെർട്ടിക്കുലർ വോയിസ് ഏതാണ്? അപ്പോൾ കുറേ ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു വോയിസ്, അത് എന്താ വെച്ചാൽ ഫീമെയിൽ വോയിസ് എടുക്കുമ്പോൾ എപ്പോഴും സ്ട്രെയിൻ ആയിരിക്കും. കാരണം നമ്മുടെ വോയിസ് അല്ല, നമ്മുടെ മെയിൽ വോയിസ് അല്ലേ. അപ്പോൾ തൊണ്ട അതുപോലെ ശരിക്കും വഴങ്ങണം. ആ വഴങ്ങി നിന്നിട്ടാണ് നമ്മൾ ആ ഫീമെയിൽ വോയിസ് എടുക്കുന്നത്. അപ്പോൾ സ്ട്രെയിൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ തന്നെ റിഹേഴ്സൽ നമുക്കെപ്പോഴും കൂടിയേ തീരും. ഫീമെയിൽ വോയിസ് എടുക്കുമ്പോഴാണ് സ്ട്രെയിൻ കൂടുതൽ. അപ്പോൾ എനിക്കിഷ്ടം
ഫീമെയിൽ വോയിസ് എടുക്കാനാണ്. നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുകൾ എടുക്കുമ്പോഴാണ് നമുക്ക് സക്സസ് ആവുക. യെസ്. ചേട്ടന് കുറേ അവാർഡ്സ് കിട്ടിയിട്ടില്ലേ? ഇപ്പൊ 17 വർഷമൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ കുറേ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അതെ. ഇത്രയും നേടിയിട്ടും എനിക്ക് ഇനിയും ഒരു ഗോളും കൂടി ഉണ്ട്, അതെനിക്ക് നേടണം, അല്ലെങ്കിൽ ആ ഗോളായിരിക്കും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഗോൾ, അതെനിക്ക് നേടിയേ പറ്റൂ എന്നുള്ള ഒരു ഗോൾ, അതെന്തായിരിക്കും? അത് നമുക്കൊരു സിനിമ പിന്നണി ഗായകനാവുന്നുള്ളതാണ് ആ ഒരു ഗോള്. നമ്മൾ കാരണം സ്റ്റേജിൽ ഒരുപാട് വേദികൾ ചെയ്തിട്ടുണ്ട്. സ്റ്റേജിൽ മാത്രം ചെയ്താലും നമുക്കൊരു ഐഡൻറ്റിറ്റി കിടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സിനിമയിലൊക്കെ പാടിയാലാണ് കൂടുതലും കിടക്കുള്ളൂ. വർഷങ്ങളോളം നമ്മൾ കാഴ്ചക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും എല്ലാവരും ലക്ഷ്യം സിനിമ തന്നെയെന്ന് പറയുമ്പോൾ അതുപോലെ സിനിമയിൽ പാടുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതുപോലെ സംഗീത സംവിധാനം, രണ്ടുമുണ്ട്. ആണല്ലേ? ഇനി വരുന്ന മിമിക്രി ആർട്ടിസ്റ്റിനോടുള്ള അഡ്വൈസ് എന്താണ്? അവർക്ക് ഇത് ചെയ്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നുള്ള ആ ഒരു തോട്ട് ഗീവിങ് ചെയ്യുന്ന ഒരു അഡ്വൈസ്, ഒരു ഉപദേശം, അതെന്തായിരിക്കും? അത് മിമിക്രി എന്നുള്ള കല നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കൊരു സിനിമയിലേക്ക് കയറണം എന്നുള്ളൊരു എളുപ്പ വഴിയാണ്. എളുപ്പമാണ്. നമുക്കൊരു ഇങ്ങനെയുള്ള കഴിവ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ പരിചയപ്പെടാനും ഞാനത് ചെയ്യും എന്ന് പറയാനൊരു കാര്യം നമുക്കുണ്ട്. അല്ല, ഞാൻ അഭിനയിക്കുമെന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായി. അപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചു വയ്ക്കാം. മിമിക്രി ആണെങ്കിലും കൂടുതൽ പഠിച്ചു വയ്ക്കുക, പരമാവധി ഒറിജിനാലിറ്റി ആക്കാൻ നോക്കുക. കാരണം ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ അറിയാം. നമ്മൾ ചെയ്യുന്ന ഒറിജിനൽ ശബ്ദം ഉണ്ടെങ്കിലും അതിൻ്റെ മറ്റൊരു വേർഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ മാക്സിമം ഒറിജിനലിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് വരാൻ പോകുന്ന കലാകാരന്മാരോട് പറയാനുള്ളത്. അപ്പോൾ ഇത്ര നേരം ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നപ്പോൾ എനിക്ക് ചേട്ടൻ്റെ ഒരു പാട്ട് കേൾക്കാൻ തോന്നി. ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായും ഞാൻ സാറിന് വേദിയിൽ ആദ്യം പാടുന്ന പാട്ട് വാണി ജയറാമിൻ്റെ ആണ്. നമ്മളെ അടുത്തിടെ വിട്ടൊരിഞ്ഞൊരു അതുല്യായ ഗായികയാണ് വാണി ജയറാം. കേട്ടിട്ടുണ്ടോ? മക്കളെ കുറേ കേട്ടിട്ടുണ്ടോ? വാണി ജയറാം കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പാട്ടുകൾ തന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. അപ്പോൾ വാണി ജയറാമിൻ്റെ പാട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മനസ്സിൻ മടിയിലെ മാന്തളിര് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് പാടി നോക്കാം അല്ലേ? അത് വേറെ സജ്ജീകരണമൊന്നുമില്ല, നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ ഉള്ളതിനും ട്രാക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ചും പ്ലെയിനായിട്ടാണ് പാടുന്നത്. ശ്രമിച്ചു നോക്കാം കേട്ടോ. മനസ്സിൻ മടിയിലെ മാന്തളിരിൻ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. പകലൊളി മായുമ്പോൾ ലലാല കുളിരല മൂടുമ്പോൾ, ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോൾ, വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലെ നിന്നു മിന്നും നീ പുണർന്നൊരു താരകം. താങ്ക് യു. ഇഷ്ടമായോ? ഓക്കെ, സന്തോഷം. താങ്ക് യു. പിന്നെ നമ്മൾ മൈക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ആ മൈക്കിൻ്റെ വോയിസ് ഏതാണെന്ന് നോക്കിയിട്ട് മാറ്റിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ ഒരു ഏകദേശം ഒരു സിമിലാരിറ്റി വോയിസിലേ വിടാൻ പറ്റുള്ളൂ. കാരണം അതിന് സജ്ജീകരണങ്ങളുണ്ടല്ലോ, ഒരുപാട് സജ്ജീകരണം. അതിനകത്ത് എക്കോ വരുന്നുണ്ട്, റിവർബ്, അങ്ങനെ കുറേ സംഭവങ്ങൾ കയറി വരും. പിന്നെ അതിൻ്റെ കരവൊക്കെ വരും. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഒറിജിനാലിറ്റി കിട്ടുക കേട്ടോ. ഇപ്പോൾ ചേട്ടൻ കുറേ ഡിസിഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, ആസ് എ മിമിക്രി ആർട്ടിസ്റ്റ് ആയാലും നോർമൽ പേഴ്സൺ ആയാലും കുറേ ഡിസിഷൻസ് ഉണ്ടാക്കേണ്ടി വരും അല്ലേ ലൈഫിൽ. അപ്പോൾ അതിൽ എൻ്റെ ഡിസിഷൻ തെറ്റായോ എന്ന് തോന്നിയിട്ടുള്ളൊരു ഡിസിഷൻ ഏതാണ്? ബിഗ്ഗസ്റ്റ് റിഗ്രറ്റ്സ്, ഇത് ഞാൻ ചൂസ് ചെയ്തത്, ഇത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് ശരിയായില്ലല്ലോ. അത് നമ്മൾ സ്റ്റേജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓരോ പരീക്ഷണങ്ങൾ എടുക്കും. ഇപ്പോൾ അതുപോലെ പരീക്ഷണം ചെയ്താലാണ് നമുക്കൊരു പുതിയ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചില വേദികളിൽ നമ്മൾ ഒരു പാട്ട് ചിലപ്പോൾ പരീക്ഷണത്തിനിടും, ചിലപ്പോൾ ആ പാട്ട് വേണമെങ്കിൽ താന്നു പോവാം. അപ്പോൾ അന്നേരം നമ്മൾ ഓർക്കും അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അത് പരീക്ഷിക്കാണ്ട് നമുക്ക് വിജയിപ്പിക്കാനും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ചില പാട്ടുകളിൽ അങ്ങനെയുടെ നമുക്ക് ചിന്ത വരും. ഓഡിയൻസിന് മനസ്സിലാവില്ല, പക്ഷേ നമുക്കത് മനസ്സിലാവും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പറയാമോ? അങ്ങനെ കുറേ ഫീമെയിൽ വോയിസ് ഒക്കെ എടുക്കുമ്പോഴാണ് അങ്ങനെ കുറേ അങ്ങനെ പ്രത്യേകമായിട്ട് അങ്ങനെ ഓർത്ത് വെച്ചിട്ടില്ല. വല്ലപ്പോഴും വരുന്ന ഓരോ വേദികളിൽ വരുന്നതല്ലേ അങ്ങനെ. അപ്പോൾ
കുറച്ചും കൂടി പെർഫോമൻസ് ചെയ്യാമോ? കുറച്ചുകൂടി പെർഫോമൻസ് ചെയ്യാം. സ്റ്റേജ് അതായത് നിങ്ങളിപ്പോൾ ഞാൻ കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്ന സ്കൂൾ കോളേജിൻ്റെ ഇനാഗ്രേഷൻ പ്രോഗ്രാമുകളില്ലേ, ഉദ്ഘാടനങ്ങൾ, ആനുവൽ ഡേ, അങ്ങനെയുള്ള പ്രോഗ്രാമുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം, ഒരു ഉദ്ഘാടനം, അത് കഴിഞ്ഞൊരു മോട്ടിവേഷൻ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു മോട്ടിവേഷൻ, കുറച്ച് മോട്ടിവേഷനൊക്കെ വേണമല്ലോ. അപ്പം നമ്മളെങ്ങനെ ഈ പ്രോഗ്രാമിലേക്ക് വന്നു എന്നൊക്കെ അവർക്കും പറഞ്ഞു കൊടുത്താലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കാണാപ്പാടം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, നമ്മുടെ അനുഭവങ്ങൾ കൂടി പങ്കുവെക്കുമ്പോൾ അതിനകത്തൊരു ഒറിജിനാലിറ്റി വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഒരു പെർഫോമൻസ് ചെയ്യാൻ നമുക്ക് എക്കോ ഇട്ട് പാട്ട് വിടാം. എക്കോ എന്താണെന്ന് മനസ്സിലായോ? എക്കോ വീണ്ടും വീണ്ടും വരുന്ന വോയിസ്. വീണ്ടും അതായത് നമ്മൾ ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ തീർന്നു. അപ്പോൾ ഒരു മൈക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ സൗണ്ടിലിരിക്കുന്ന, മിക്സറിലിരിക്കുന്ന സൗണ്ട് എഞ്ചിനീയർ ഇടുമ്പോൾ ഇച്ചിരി എക്കോ ഇടുമ്പോൾ ഹലോ 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 അങ്ങനെ റിപ്പീറ്റായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ പാട്ട് പാടുകയാണെങ്കിലും അത് അങ്ങനെ റിപ്പീറ്റ് വരില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം വേറെ ഉപകരണങ്ങൾ കാര്യമില്ല, ഒരു ഒറ്റ മൈക്ക് മാത്രമേ ഉള്ളൂ. ഒറ്റ മൈക്ക് അല്ലേ? ഹലോ എക്കോ ഉണ്ടോ? ഇല്ല. ഹലോ 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 എക്കോ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ പാട്ടൊന്ന് പാടി നോക്കാം. പഴയ പാട്ട് ചക്രവർത്തിനി എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അങ്ങനെ വേറെ പാട്ട്, ഒരു വട്ടം കൂടി എന്നോർമകൾ അല്ലേ, ആ പാട്ടല്ലേ? ആ പാട്ട് ആദ്യം ചുമ്മാ ഒന്ന് പാടാം, കുറച്ച് വരി ചുമ്മാ പാടാം, എന്നിട്ട് എക്കോട്ടിട്ട് പാടാം. ഒരു വട്ടം കൂടി എന്നോർമകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. എക്കോ ഉണ്ടോ? ഇല്ല. ഇതായി നമുക്ക് എക്കോ ഇട്ട് പാടുന്ന എങ്ങനെയാണ് നോക്കത്തുണ്ടോ കൊണ്ട് കേട്ടോ. ഒരു വട്ടം കൂടിയൻ എന്നോർമകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലിൽ മരമൊന്നോലു തൂവാൻ മോഹം. മരമൊന്നോലു തൂവാൻ മോഹം. അങ്ങനെ അങ്ങ് പോകും. അതെങ്ങനെയാണെന്നറിയാമോ? ഒരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ വേറൊരു പാട്ടുണ്ട്, പച്ചപ്പനം തത്തേ എന്ന പാട്ടുണ്ട്. പച്ചപ്പാനം തത്തേ പുന്നാരപ്പൂമുത്തേ. എക്കോ ഇല്ല, അതിന് കുറച്ചുകൂടെ സ്പീഡാണ് എക്കോ. പച്ചപ്പാനം തത്തേ പുന്നാരര പൂമുത്തേ പൊന്നല്ലിൻ പൂങ്കരളിൽ ഉച്ചയ്ക്ക് നീ എൻ്റെ കൊച്ചു വാഴത്തോപ്പിൽ ഒന്നുവ പൊന്നഴകേ. പച്ചപ്പാനം തത്തേ പുന്നാരര പൂമുത്തേ പൊന്നല്ലിൻ പൂങ്കരളിൽ. ഇങ്ങനെ അങ്ങ് പോകും. ഇത് പഠിക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്, പഠിക്കണോ? ശ്രമിച്ചു നോക്കാം അല്ലേ? അപ്പോൾ ഈ പാട്ട് പച്ചപ്പനത്തെ നമുക്കൊരു വാക്ക് തന്നെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ സമയം പോവാതെ പറയണത്. പ പ ച ച പ പ നം നം ത ത തേ തേ. ആണ്ടോ ഒരു വാക്ക് തന്നെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്. പ പ ച ച പാനം തത്തേ. സ്പീഡിൽ പണി പ പ ച ച പാനം തത്തേ. അങ്ങനെ വരും. ഇപ്പോൾ സ്ലോയിൽ പണി പ പ ച ച പാനം തത്തേ. അങ്ങനെ വരും. അത് ഇങ്ങനെ റിഹേഴ്സൽ ചെയ്ത് കുറേ നാൾ കൊണ്ട് പഠിക്കുന്ന. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്ക്, അവരും പഠിക്കട്ടെ അല്ലേ? അല്ലെ നമുക്കുള്ളൊരു കഴിവ് മറ്റുള്ളവർക്ക് പകർന്നു വെച്ചാൽ ഇനിയുള്ള തലമുറയ്ക്ക് കിട്ടുള്ളൂ അല്ലേ? ഓക്കെ. മെയിലും ഫീമെയിലും ആയിട്ട് മിക്സ് ചെയ്തിട്ട് പാടാൻ പറ്റുമോ? നമുക്ക് ഓലഞ്ഞാലിക്കുരി എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടോ? അത് നമുക്ക് 2 മെയിൽ ആൻഡ് ഫീമെയിൽ എന്നൊക്കെ പാടി നോക്കാം. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ കൂട്ടുകൂടിക്കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി നറുചിരി 4 മണിപ്പൂവ് പോൽ വിരിഞ്ഞുവോ. ചെറുമഷിത്തണ്ടു നീട്ടി വന്നടുത്തു നിന്നുവോ. മണിമധുരം നുണയും കനവിൻ മഴയിലൂ നനയും ഞാനാദ്യമായി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ കൂട്ടുകൂടിക്കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. അങ്ങനെ പോകും. താങ്ക് യു. ഇനി മെയിൽ ആൻഡ് ഫീമെയിലുള്ള പാട്ട് കൈക്കുടങ്ങൾ എന്ന് പറയുന്നുള്ള ജാനകിയമ്മ പാടിയൊരു പാട്ടുണ്ട്. അത് മെയിൽ ആൻഡ് ഫീമെയിലിൽ ജാനകിയമ്മയുടെ വോയിസും എൻ്റെ വോയിസും കൂട്ടിയിട്ട്. ഒരുകും വേനൽ പാടം കടന്നെത്തുമേ രാത്തിങ്കളായി നീയുദിക്കേ. ഉരുകും വേനൽ
പാടം കടന്നെത്തുമേ രാത്തിങ്കളായി നീയുദിക്കേ കനിവാർന്ന വിരലാൽ അണിയിച്ചതാരേ കനിവാർന്ന വിരലാൽ അണിയിച്ചതാരേ അലിവിൻ്റെ കുളിരാർന്ന ഹരിചന്ദനം കൈകുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടന്ന വഴിയിലൂടെ വരുമോ വസന്തം കൈകുടന്ന നിറയെ തിരുമധുരം തരും. ഇഷ്ടായോ? ഇഷ്ടായി. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽസ് പറഞ്ഞത്. അങ്ങനെ കുറേ പാട്ടുകളുണ്ട് കേട്ടോ, കുറേ പാട്ടുകൾ ഇങ്ങനെ അനുകരിച്ച് വന്നത്. ഇപ്പോൾ അത് തന്നെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ വോയിസിലുള്ള പാട്ടുകളാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ മെയിൽ ആക്ട്രസിന്റെ തന്നെ ആയിട്ടുള്ള പാട്ടുകൾ പാടാൻ പറ്റും. സിനിമ താരത്തിൻ്റെയാണ്? സിനിമ താരത്തിൻ്റെ അല്ല, താരത്തിനാണല്ലോ നമ്മൾ പിന്നണി ഗായകർ പാടുന്നത്. ആ താരങ്ങൾ പാടിയിരിക്കുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ലാലേട്ടൻ പാടിയിട്ടുണ്ട്, അങ്ങനെയുള്ള കുറവാണ്. അപ്പം ഞാൻ പിന്നണി ഗായകരെ ഇപ്പോൾ ജാസി കുറ്റക്കില്ലേ, അദ്ദേഹത്തിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? ലജ്ജാവതി പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതാണ് ജാസി ഗിഫ്റ്റ്. അപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഒരുപാട് പഴയ ഗായകരെ അല്ലേ, പുതിയ സിംഗേഴ്സും ഉണ്ട് കേട്ടോ, അത് എടുക്കാം കേട്ടോ, പുതിയ സിംഗേഴ്സൊക്കെ എടുക്കാം. ഇപ്പോൾ ജാസി ഗിഫ്റ്റിൻ്റെ ഏത് പാട്ടാണ് ഇഷ്ടമുള്ളത്? ഏതിലോരം പറയാം? അന്നക്കിളി ഉണ്ട്, ലജ്ജാവതി ഉണ്ട്. ലജ്ജാവതി. കണ്ണാടിപ്പുഴയിലെ വെള്ളാരം കല്ലുമായി മണിമാടം കെട്ടിയ നമ്മുടെ കുട്ടിക്കാലമോർത്തു ഞാൻ, കളിയോടം തൊട്ടു തുഴഞ്ഞൊരു കുട്ടിക്കാലമോർത്തു ഞാൻ, കുന്നോളം മാമ്പഴം അണ്ണാര കണ്ണനുമായി പങ്കുവെച്ച് പകുത്തെടുത്തതെല്ലാം നീ മറന്നുവോ, മധുരമാ നിമിഷം മധുരമീ നിമിഷം ഏതൊരിന്ദ്രജാലമിന്നു കളമിടും പ്രണയമായി. താങ്ക് യു. ജാസിവിറ്റ ശരിക്കും പറഞ്ഞാൽ ഒറ്റ ഗാനം കൊണ്ട് തന്നെ വളരെ പ്രശസ്തനായത് അല്ലേ? ആർദ്രക്കുട്ടി, ഇനി എന്താ വേണ്ടേ? എനിക്ക് എക്കോ ഇട്ട് പാടിയ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഒരു പെർഫോമൻസും കൂടി ചെയ്യാൻ പറ്റും. അല്ലേ? അങ്ങനെയാണ്. ഞാൻ ഫസ്റ്റ് എക്കോ എടുത്തൊരു പാട്ടുണ്ട്, ചക്രവർത്തിനി എന്നുള്ള ഒരു ഇത്തിരി പഴയ ഗാനാണെങ്കിലും അതൊന്ന് പാടാം. ആദ്യം കൊല്ലാണ്ട് പാടാം. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ എക്കോ ഉണ്ടോ? ഇല്ല, അതിനകത്ത് എക്കോ ഇടുമ്പോൾ ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശിൽപഗോപുരം തുറന്നു പുഷ്പ പാതുകം പുറത്തു വയ്ക്കുകയും നഗ്ന പാതയായകത്തു വരൂ ചക്രവർത്തിനി. അങ്ങനെ അങ്ങ് പോകും. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് പഠിക്കണോ? ഇത് പഠിക്കണമെങ്കിൽ അതുപോലെ തന്നെ തി നീ അത് ഒരു വാക്ക് 2-3 പ്രാവശ്യം ശ്വാസം കിട്ടുന്ന പോലെ ഉള്ളിച്ചിട്ട് ചക്രവർത്തിനി ചക്രവർത്തിനി അങ്ങനെ റിഹേഴ്സൽ ചെയ്തെടുക്കണം. അതും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഒരു പാട്ടും കൂടി. ഇനി നമുക്കത് ഫീമെയിൽസ് ഒരു പാട്ട് ഇല്ല, നമ്മുടെ ജാനകിയമ്മയുടെ ആദ്യം പറഞ്ഞപ്പോൾ ജാനകിയമ്മയുടെ ഇപ്പോൾ ഈ അടുത്തിടെ ഹിറ്റായിട്ട് മഞ്ഞുവൽ ബോയ്സിലൊരു പാട്ടില്ലേ, നമുക്ക് അതൊന്ന് നോക്കാം. ഉണ്ടാനക്കായമെன்றுം തന്താലെ മാറിപ്പോനെ മായമെന്നെ പൊന്മാനെ പൊന്മാനെ என்ன காயமானே போதும் உன்மேனி தாங்கிக் கொள்ளும் உந்த மேனி தாங்காது சென்றேனே எந்த காதல் என்னவென்றும் சொல்லாமல் ஏங்க ஏங்க அழகி வந்தது உந்த சோகம் என்னை தாங்கும் எனெங்கும் ஏங்கு ஏங்கு அழகி வந்தது மனிதன் உணர்ந்து கொள்ளு இது மனித காதல் அல்ல அதையும் தாண்டி புனிதமானது அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா. ഇഷ്ടായോ? ഇഷ്ടായി. ഇത് കണ്ണടിച്ചിരിക്കുമ്പോ ചേട്ടനെ പറഞ്ഞേ തോന്നുകയില്ല. അത് ശരി, സന്തോഷം. അപ്പോഴാണ് നമ്മുടെ അനുകരണം ഓക്കെ ആവുന്നല്ലേ? ഇനി നമുക്ക് മോർഫിങ് എന്ന് വെച്ചാൽ അറിയോ? മോർഫിങ് എന്താ? അതിൻ്റെ മീനിങ് അതൊക്കെ ഒരു സംഭവത്തിൽ നിന്ന് മറ്റൊരു സംഭവത്തിലേക്ക് ചേഞ്ച് ആവുന്ന മോർഫിങ് എന്ന് പറഞ്ഞാൽ
അപ്പോൾ നമുക്ക് മിമിക്രിയിലും അല്ലെങ്കിൽ പാട്ടിലൊരു മോർഫിംഗ് കൊണ്ടുവന്നാലോ? ഈ പാട്ട് കേട്ടോ, ഞാനും ഞാനും മിണ്ടാളും, അതിൻ്റെ അടുത്ത വരി എന്താ പാടിക്ക്? ഞാനും ഞാനും മിണ്ടാളും ആ 40 പേരും. ആ പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി അല്ലേ? ഇനി നമ്മൾ പാടാൻ പോണ ആ പാട്ട് ആദ്യത്തെ വരി അതായിരിക്കും. പിന്നെ പാടുന്ന നമ്മുടെ കലാഭവൻ മണിച്ചേട്ടനല്ലേ, മണിച്ചേട്ടൻ്റെ ഒരു പാട്ടിലേക്ക് മോർഫ് ചെയ്ത് പോകും. മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് അങ്ങനെ പാടും. നമുക്ക് നോക്കാം എങ്ങനെയാന്ന് നോക്കാം. ഞാനും ഞാനും മിണ്ടാളും ആ 40 പേരും അത്തായം കുച്ചാണ്ട് പാണം കത്തണമാ അല്ലേ? മാറിയില്ലേ? കപ്പലിലാണേ ആ കുപ്പായക്കാരി, എന്തിനാടി മോളെ തല തല്ലിക്കരയണത്? ഞാനൊന്നു നോക്കി അവൾ എന്നെയും നോക്കി, അത്തായം വേണ്ടെനിക്ക് എൻ്റെ അച്ഛനെ മാത്രം മതി. അങ്ങനെ വേറെ ആയിപ്പോയില്ലേ? നമ്മളോർക്കും തെറ്റി അതുപോലെ തന്നെയാണല്ലോ, എന്നാൽ എന്തെങ്കിലും മാറ്റമില്ലെന്ന് ചിന്തിക്കും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ വേറെ പാട്ട്, മുത്തേ പൊന്നെ പീണങ്ങല്ലേ എന്തേ കുറ്റം, അത് കേട്ടല്ലേ? അപ്പോൾ അത് മോർഫ് ചെയ്യണമെങ്കിൽ എങ്ങനെ എന്ന് പറയാം. മുത്തേ പൊന്നെ പീണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാനമ്മായി കൊച്ചമ്മായി മരുമോൻ്റെ പൊന്നമ്മായി കച്ചവടം പൊട്ടിയപ്പോൾ വട്ടായിപ്പോയി. മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ താനെ നന്നെ തന്നാനെ നാനന്നെ. അടിപൊളി അടിപൊളി. അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റികളാണ് നമ്മുടെ പ്രോഗ്രാമിലുള്ളത്. അടുത്ത് ഹിറ്റായ മറ്റേ ഓപ്പിലക വെങ്കടേഷില്ലേ? യെസ്, അത് ഞാൻ ഈ പ്രാവശ്യം ഒന്ന് പാടിയിരുന്നു. ഒന്ന് അനുകരിക്കാനായിട്ട് ശ്രമിക്കാം. എത്രത്തോളം ഒക്കെ ഒന്ന് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അത് കുറച്ച് സ്റ്റേജ് കഴിയുമ്പോൾ ഓക്കെ കിട്ടും. പടപ്പൊക്കെ ട്രാക്കൊന്നും ഇല്ല, ട്രാക്കൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് അതിൻ്റെ ഒരു പഞ്ച് കിട്ടുള്ളൂ. എങ്കിലും പ്ലെയിനായിട്ടൊന്ന് പാടി നോക്കാം അല്ലേ? ఓ పిల్లగా వెంకటేశ చూడకబోతుండవో కానకబోతుండవో, ఓ పిల్లగా వెంకటేశ చూడకబోతుండవో కానకబోతుండవో. എൻ്റെ സ്റ്റെപ്പ് കളിക്കാമോ? നടന്നുകൊണ്ട് അല്ലേ? എന്നാ ഞാൻ പാടട്ടെ. ఓ పిల్లగా ఓ పిల్లగా వెంకటేశ చూడకబోతుండవో కానకబోతుండవో, ఓ పిల్లగా వెంకటేశ చూడకబోతుండవో കാനകബോతుండവോ. ഇരുന്നിട്ടാണ് നൃത്തം ചെയ്തല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. ആ പറയുമ്പോൾ തന്നെ ചെയ്യുന്നതാണ് യഥാർത്ഥ കലാകാരി. അപ്പോൾ അടുത്തത് വിനീത് ശ്രീനിവാസൻ. അപ്പോൾ ഒരുപാട് പ്രോഗ്രാം നമ്മൾ ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ട് കൂടി വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഷാർപ്പാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം. അപ്പോൾ ഏകദേശം ഞാൻ അനുകരിക്കാം. തിനവയൽ കരയിൽ ഇളവയിൽ കതിര് പുളിയില കരയാൻ പുടവ നെയ്യുമ്പോൾ പുലരി മഞ്ഞു നനഞ്ഞു നിന്നൊരു പവിഴ മലരിനു നൽകുവാനൊരു മുഴം പൂഞ്ചേല വാങ്ങാൻ പോയി. കുളിരിളം കാറ്റ് ഒരു വാക്കുമിണ്ടാതെ ഒരു നോക്കു കാണാതെ കാട്ടു ചെമ്പകച്ചോട്ടിൽ നിന്ന് കാറ്റിതെങ്ങു പോയി, പൂങ്കാറ്റിതെങ്ങു പോയി. താങ്ക് യു. നഞ്ചിയമ്മയുടെ വോയിസ് നമുക്ക് നോക്കാം. കളക്കാത്ത സന്തനമേ കുവകുവോകം പുത്തിർക്ക് പൂ പറുക്ക പോകിലേ വെവിമേ താക്ക പക്കിയമോ ലാലാലേ ലാലേ ലാലേ ലാലാലേ ലാലേ ലാലാലേ ലാലേ ലാലേ ലാലാലേ ലാലേ തൃത്താത്ത സന്തനമേ കുവകുവോകം പുത്തിർക്ക് പൂ പറുക്ക പോകിലേ വെവിമേ താക്ക പക്കിയമോ ലാലാലേ ലാലേ ലാലേ ലാലാലേ ലാലേ ലാലാലേ ലാലേ ലാലേ ലാലാലേ ലാലേ. ഇത് മൈക്ക് വോയിസ് ആട്ടോ. കുറച്ച് മൈക്ക് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനാലിറ്റി കിട്ടുള്ളൂ. പിന്നെ ഉള്ള ശബ്ദം ഞാൻ എടുക്കുന്ന അർജിത് സിംഗ് എടുക്കും, അതുപോലെ അദ്നാൻ സാമി, അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണു മോഹൻ. എന്ന് വെച്ചാൽ അവരുടെയൊക്കെ വോയിസ് ഭയങ്കര പ്രത്യേകതയാണ്. വിഷ്ണു മോഹൻ്റെ വോയിസ് എന്ന് പറഞ്ഞാൽ പേര് കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അവിടെ വെയിൽ ചില്ല പൂക്കും എന്ന് പറഞ്ഞ പാട്ടുണ്ടോ? വെയിൽ ചില്ല പൂക്കും, അത് വളരെ ഹൈ പിച്ചായിട്ടുള്ള ഒരു വോയിസാണ്. വെയിൽ ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി കിളി നൊന്ത് പാടിയ രാഗം രാരീര
രാരീരം രാരോ അത് മനമാകെ നിറഞ്ഞേ രാരീരാരോ ഈണമായി കിലും കിലും താളമായി കണ്ണെ നിന്നെ കാണാൻ നിന്നതാണോ. അത് തൊണ്ടടയ്ക്ക് അറ്റം വരും. അത് 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 ഭയങ്കര സ്ട്രെയിനുള്ള പാട്ടുകളാണ്. അതെ അതെ. അതുപോലെ തന്നെ അർജിത് സിംഗ് हम तेरे बिना अब रह नहीं सकते तेरे बिना क्या वजूद मेरा तुझसे जुदा कर हो जाएंगे तो खुद से ही हो जाएंगे जुदा क्योंकि तुम ही हो अब तुम ही हो जिंदगी अब तुम ही हो चैन भी मेरा दर्द भी मेरी आशिकी अब तुम ही हो. അടിപൊളി അടിപൊളി. താങ്ക് യു. ഇനി നമുക്ക് കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ താരാട്ട് പാട്ട് പാടുന്ന കുറേ പാട്ടുകളുണ്ട്. താരാട്ട് പാട്ട് എന്നാൽ അതിനകത്ത് വ്യത്യസ്തമായ ശബ്ദത്തിലൊരു താരാട്ട് പാട്ട് പാടിയിട്ടുണ്ട്. ആരാന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്കിപ്പോൾ ഓർമ്മ കാണില്ല. അദ്ദേഹം പാകിസ്ഥാനി പോപ്പ് ഗായകനാണ്. അദ്നാൻ സാമി എന്ന് പറയും. നല്ല ശരീരമൊക്കെ ആയിട്ടുള്ളൊരു ഗായകനാണ്. അല്ല മോളറിയില്ല, ചിന്തിക്കണ്ട, അറിയില്ല ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്ക്. പക്ഷേ ഈ പാട്ട് കേട്ടാൽ ചിലപ്പോൾ പറയും ചാഞ്ചാടി ആടി. അതില്ലേ അദ്ദേഹം പാടിയത് പാട്ട് കേട്ടിട്ടുണ്ടാവും. അതെങ്ങനെയാണ് പാടിയത്? ചാഞ്ചാടി ആടി ഉറങ്ങാതെ ചെറുങ്ങാടി ആടി ഉറങ്ങാതെ ആകാശത്തൂഞ്ഞാലാടുന്നേ കാണാക്കിനാകണ്ടുറങ്ങു നീ അമ്പോറ്റിയേ നീ കണ്ടോണ്ടുറങ്ങുമ്പോൾ കൽക്കണ്ട കുന്നൊന്നു കാണായി വരും കൽക്കണ്ട കുന്നിൻ്റെ ഉച്ചിയിൽ ചെല്ലുമ്പോൾ അമ്പിളി തമ്പ്രാൻ്റെ കോലം കാണാം ആ കോലത്തെത്തുമ്പോൾ അവിടെ എന്തൊരു രസമെന്നോ പാൽക്കാവടിയുണ്ട് അരികെ പായസപ്പുഴയുണ്ട് അവിടെ കാത്തൊരമ്മയിരിപ്പുണ്ട്. അദ്ദേഹം കൂടുതൽ ഹിന്ദി പാട്ടാണ് പാടുന്നത്. ഹിന്ദി ഒരുപാട് ആൽബങ്ങളിൽ പാടിയിട്ടുള്ള ഹിന്ദി പാട്ട് പാടി. അത് ഇച്ചിരി ഫീലിങ്ങുള്ള പാട്ട്. ഫീലിംഗ് എന്ന് വെച്ചാൽ സാധാരണ കോളേജ് അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ് അത് കൂടുതൽ കേൾക്കുന്നത്. തേരാ ചഹര എന്ന് പറഞ്ഞ ഹിന്ദി ആൽബം ഉണ്ട്. അതിനകത്ത് ഒരുപാട് പാട്ടുകൾ ഉണ്ട്. അദ്ദേഹം പാടിയ ഒരു പാട്ട് പാടാം. भीगी भीगी रातों में फिर तुम आओ ना ओ भीगी भीगी रातों में फिर तुम आओ ना कैसे बरसातों में आओ ना ऐसे बरसातों में आओ ना. അങ്ങനെയുള്ള പാട്ടുകളാണ് പുള്ളി. ഭയങ്കര ഫീലിങ്ങും അത് നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഇരുമ്പോഴുള്ള പാട്ടാണ് പുള്ളിയുടെ പറഞ്ഞത്. ചേട്ടനിപ്പോൾ കുറേ മലയാളം പാട്ട് ഹിന്ദി പാട്ടൊക്കെ പാടിയില്ലേ? അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഇംഗ്ലീഷ് പാട്ടുകൾ പാടാൻ പറ്റുമോ? അത് വേണോ? അർത്ഥമൊക്കെ പിടിച്ചെടുക്കുമോ? കുഴപ്പമില്ല. ഞാൻ പാടാറുള്ളൊരു പാട്ടുണ്ട് ടൈറ്റാനിക്കിലെ. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും, പല സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് അതർ കൺട്രിക്ക് പോയി കഴിയുമ്പോൾ വ്യത്യസ്തമായ വേറെ ഭാഷയിലുള്ള പാട്ടുകൾ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ചൂസ് ചെയ്യുമ്പോൾ ടൈറ്റാനിക് എന്നുള്ള സിനിമയിലൊരു പാട്ടുണ്ട്. സെലിൻ ഡിയോണാണ് പാടിയിരിക്കുന്നത്. Every night in my dreams I see you, I feel you, that is how I know you go. Far across a distance and spaces between that you have come to show you go. Near far, you where you are, and believe that the heart is go. Once more, you open the door, and you hear in my heart that my heart will go on then. ഒരു പാട്ടും കൂടി ഇംഗ്ലീഷ്. ഇനിയില്ല.
ഞാൻ ഇംഗ്ലീഷ് പാട്ട് അങ്ങനെ ഒത്തിരി പഠിച്ചിട്ടില്ല, നമുക്കത് ഒന്നാമത് ആവശ്യം വരുന്നില്ല. പിന്നെ ഇതുപോലെയുള്ള ഇടയ്ക്കൊക്കെ ഇങ്ങനെ പാടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പഠിച്ചത്. ഓക്കെ ഓക്കെ. പുലിമുരുകൻ്റെ പാട്ട് പാടോ? പുലിമുരുകൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പുലിമുരുകൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്. എൻ്റെ നാട് കോതമംഗലത്ത് കുട്ടമ്പുഴയാണ്. അവിടെയാണ് ഈ സിനിമ പിടിച്ചത്. അപ്പോൾ പാട്ട് കൂടുതലും ഞാൻ ജാനകിയുടെ ശബ്ദം എടുക്കുന്നതുകൊണ്ടും എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടം കൂടിയാണ്. സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ഈ പാട്ട് ചിലപ്പോൾ ആദ്യം പാടും. അപ്പോൾ അതൊന്ന് അനുകരിച്ച് പാടും. മനത്തെ മരിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, മടത്തെ മടക്കിടങ്ങൾ വാവുറങ്ങാരോ, വാവാവം പടിയുറക്കാനില്ലമ്മയൻ പൊന്നേ, ചരത്തെ നോവു തരാട്ടിൽ നീ ഉറങ്ങാരോ, മാമൂട്ടാനെങ്കും കൊണ്ടേ മാറു ചുരന്നെൻ്റെ ചെല്ലപ്പുള്ളേ, നെഞ്ചോരം പാടിയുറക്കാൻ ഉള്ളം കരഞ്ഞേ ചെല്ലപ്പുള്ളേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ കുറേ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടു അല്ലേ, പുതിയ പാട്ടുകൾ കേട്ടു. നമ്മൾ പഴയ ഒരുപാട് അതുല്യരായ ഗായകരുണ്ട് അല്ലേ, അവരൊക്കെ മൺമറിഞ്ഞു. ഇനി നമുക്ക് അങ്ങനത്തെ ഒരു പാട്ട് ചിലപ്പോൾ കേൾക്കാൻ പോലും പറ്റില്ല. നിങ്ങളുടെ ജനറേഷൻ വരുമ്പോൾ അത് കേൾക്ക് പോലും ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഗായകർ ജീവിച്ചിരുന്നു പോലും. അപ്പോൾ അവരൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പി ലീലയും കെ പി ഉദയഭാനം, പഴയ ഗായകരുണ്ട് പി ലീലയും കെ പി ഉദയഭാനം, കാനന ചായലാടും മേക്കാന്ന് പറഞ്ഞ പാട്ട് പാടിയിട്ടുണ്ട്. അത് നമുക്ക് ആ മെയിൽ ആൻഡ് ഫീമെയിൽ വോയിസിൽ നമുക്ക് പാടി നോക്കാം. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ, കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ, ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടങ്ങു കൊണ്ടുപോകൂ, നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ടു മലാളേ, ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടങ്ങു കൊണ്ടുപോകൂ, നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ടു മലാളേ, കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇഷ്ടമായി. പഴയ കാലത്ത് സൗണ്ട് എഫക്റ്റ് പോലും ഇല്ലാത്ത കാലത്താണ് അങ്ങനെ ഒരു കുറേ പാട്ടുകളൊക്കെ അവർ പാടി. ഒരുപാട് പാട്ടുകളുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ, പഴയ നാടകഗാനങ്ങളുണ്ട്. അതൊക്കെ ഇങ്ങനത്തെ തലമുറയ്ക്ക് അറിയില്ല. അതൊക്കെ സെർച്ച് ചെയ്ത് എല്ലാവരും കാണാൻ ഒന്ന് പറഞ്ഞേരെ അല്ലേ. അല്ല, നിങ്ങളുടെ തലമുറയിലുള്ളവർ ഒരുപാട് പാട്ടുകൾ കേൾക്കണം കേട്ടോ. കാരണം ഇപ്പോഴത്തെ റിയാലിറ്റി ഷോയിൽ തന്നെ പഴയ പാട്ടുകളാണ് കൂടുതലും പാടുന്നത്. എന്താ പഴയ നമ്മൾ മറന്നു പോരുത് അല്ലേ, ന്യൂ ജനറേഷൻ വരുമ്പോൾ. ഇപ്പോൾ ഒരു വേറെ പ്രത്യേകതയുണ്ട്, പുതിയ പാട്ടുകളും പഴയ പാട്ടുകളും തമ്മിലുള്ള വ്യത്യാസം അറിയുമോ? എന്താണെന്നറിയാം? അറിയില്ല. പുതിയ പാട്ടുകൾക്ക് സൗണ്ട് എഫക്റ്റുകൾ ഒക്കെ കൂടുതലായിരിക്കും, എന്നാൽ അതിനകത്ത് ഈണം അങ്ങനെയുള്ള കുറവായിരിക്കും. പഴയ പാട്ടുകളിൽ അങ്ങനെയല്ല. പഴയ പാട്ടുകളിൽ നല്ല ഈണം ഉണ്ടാവും, താളം ഉണ്ടാവും, ലേശം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നല്ല പാട്ടുകളും പഴയ പാട്ടുകളിലുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ കുട്ടികൾ പഴയ പാട്ടുകളൊക്കെ കേൾക്കണം. യെസ്. ഇപ്പോൾ ചേട്ടൻ്റെ കുറേ പാട്ട് കേട്ടപ്പോൾ എനിക്കും ഒരു പാട്ട് പാടണമെന്നൊരാഗ്രഹം. ധൈര്യമായിട്ട് പാടണം. അപ്പോൾ എനിക്കും ഇതുപോലെ ഈസി ഏതെങ്കിലും പാട്ടൊന്ന് പഠിപ്പിച്ചു. ഈസി ആയിട്ട് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ഒരു സൽപുത്രൻ പിറന്നട പണ്ട്. ഞാൻ പാടുന്നുണ്ട്, പാടുക അല്ല സാധാരണ പല്ലേ. അറിയില്ല. ഒരു സൽപുത്രൻ പിറന്നട പണ്ട്, ഒരു സൽപുത്രൻ പിറന്നട പണ്ട്, മഹാധ്യായം തുടക്കമായെന്ന്, മഹാധ്യായം തുടക്കമായെന്ന്, ഇത് ദിക്കട്ട് മുഴങ്ങണ പാട്ട്, ഇത് ദിക്കട്ട് മുഴങ്ങണ പാട്ട്, പുതു സന്തോഷ പിറന്ന നാൾ വാഴ്ത്ത്, എന്താണ് പുതു സന്തോഷ പിറന്ന നാൾ വാഴ്ത്ത്, പുതു സന്തോഷ പിറന്ന നാൾ വാഴ്ത്ത്. എന്തൊട്ട് പഠിക്കും. ഒരു സൽപുത്രൻ പിറന്നട പണ്ട്, ഒരു സൽപുത്രൻ പിറന്നട പണ്ട്, മഹാധ്യായം തുടക്കമായെന്ന്, മഹാധ്യായ തുടക്കമായെന്ന്, ഇത് ദിക്കട്ട് മുഴങ്ങണ പാട്ട്, ഇത് ദിക്കട്ട് മുഴങ്ങണ പാട്ട്, പുതു സന്തോഷ പിറന്ന നാൾ വാഴ്ത്ത്, പുതു സന്തോഷ പിറന്ന നാൾ വാഴ്ത്ത്. ഇത്രേ ഉള്ളൂ, പഠിച്ചു.
അടിപൊളി അടിപൊളി. കാരണം പറഞ്ഞു തരുമ്പോൾ തന്നെ പാടാൻ പറ്റുന്നുണ്ട്. അത് ദൈവം തന്നൊരു കഴിവാണ് കേട്ടോ. അതും വളർത്തിക്കൊണ്ടിരുന്നു കേട്ടോ. സാവിൽ എന്തായാലും നല്ലൊരു ആക്ടർ ആവട്ടെ, ആങ്കർ ആവട്ടെ, സിംഗർ ആവട്ടെ, എല്ലാ പ്രാർത്ഥനകളും കേട്ടോ. താങ്ക് യു. അപ്പോൾ ഇനി ഉള്ള ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഏത് ഷോ ആണ് ചെയ്യുന്നത്? ടീമൊക്കെ ഉണ്ടോ? ടീമുണ്ട്. കേരളയിൽ മാത്രമാണോ ചെയ്യുന്നത്? അല്ല, കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുണ്ട്. ബ്രോഡ് ഷോ ഉണ്ട്. അത് ഇനി ഓണം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ 1.5 മണിക്കൂറുള്ള സൂപ്പർ ടാലൻറ്റ് ഷോ എന്ന് പറയും. അപ്പോൾ അതിനകത്ത് വരുന്ന നമ്മുടെ വെറൈറ്റികൾ ഇതുപോലുള്ള പ്രോഗ്രാമല്ലേ, എല്ലാത്തിൻ്റെ പാട്ടിനകത്തുള്ള വെറൈറ്റികൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്ലസ് അടിപൊളി പാട്ടുകൾ, നാടൻ പാട്ടുകൾ എല്ലാം വെച്ചിട്ടൊരു ഗംഭീര പ്രോഗ്രാം. അങ്ങനെ ഒരു വൺ മാൻ ഷോ പ്രോഗ്രാം 1.5 മണിക്കൂർ. അതല്ലാതെ 3 മണിക്കൂർ മെഗാ ഷോ ഉണ്ട്. കേരളത്തിന് പുറത്തുള്ള വെറൈറ്റി പെർഫോമൻസ് ഇല്ല, അവരെ മാത്രം കോർത്തിണക്കിയിട്ട് ഒരു 3 മണിക്കൂർ ഷോ, അങ്ങനെയാണ് ഷോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പ്രോഗ്രാമൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. എൻ്റെ പേര് അരുൺ ഗിന്നസ് തന്നെയാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഫോളോ ചെയ്ത് അല്ലേ സപ്പോർട്ട്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ആണല്ലോ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അവരോട് എപ്പോഴും നമ്മൾ കടപ്പെട്ടിരിക്കണം അല്ലേ? അതെ അതെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ, എല്ലാവരും ഫോളോ ചെയ്യുക. പിന്നെ ചേട്ടനെ കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ എവ്രി വൺ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഇത്രയും നേരം നമ്മുടെ കൂടെ പാട്ടും തമാശയൊക്കെ പറഞ്ഞിരുന്ന അരുൺ ഗിന്നസിന് എല്ലാവരുടെയും പേരിൽ നന്ദി. സോ ചേട്ടാ താങ്ക് യു. എനിക്കും ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, മോളും നല്ലൊരു ആങ്കറാണ്. അപ്പോൾ എല്ലാ ഭാവിയും നേരുന്നു കേട്ടോ. അടിപൊളി. എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. ആദ്യത്തെ ഇൻ്റർവ്യൂ? അത് ശരി. പക്ഷേ പറയില്ല, ആദ്യത്തെ ഇൻ്റർവ്യൂ എന്ന് പറയില്ല, അത്രത്തോളം അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും കൺഗ്രാജുലേഷൻ. ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യട്ടെ, സിനിമ ഉണ്ടാവട്ടെ, ഇല്ല ഇനി വീണ്ടും വെള്ളിത്തിരിയെ കാണട്ടെ അല്ലേ, അങ്ങനെ പറയാം. അപ്പോൾ എന്തായാലും എല്ലാ ആശംസകളും കേട്ടോ. നല്ല രീതിയിലുള്ള ആങ്കറിങ് ആയിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കും അത്ര ചെയ്യാൻ പറ്റിയത് നല്ലൊരു ആങ്കറിങ് ആയതുകൊണ്ടാണ് നമുക്കും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ കൊണ്ടിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഫെയിം സ്റ്റെപ്സിൻ്റെ ഒരു എപ്പിസോഡും കൂടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഐ വിൽ ബി ടോക്കിംഗ് ടു മച്ച് മോർ അമേസിംഗ് ഗെസ്റ്റ്സ്. അപ്പോൾ ഇതുവരെ ദിസ് ഇസ് ആദ്ര സൈനിങ് ഓഫ്. ബൈ.